അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ്. ഈ ഭൂമിയിൽ ധാരാളം പേർ ശപിക്കപ്പെട്ടവരായി ജീവിക്കുന്നു, ധാരാളം പേർ അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കുന്നു. നിങ്ങൾ നിങ്ങളോട് തന്നെ ഈ വചനത്തിന് മുമ്പിൽ ചോദിക്കണം, ഞങ്ങൾ അനുഗ്രഹത്തിലാണോ അതോ ഞങ്ങൾ ശാപത്തിലാണോ? യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വചനം, ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. ഒരു മനുഷ്യൻ ദൈവത്തോടടുക്കാൻ തീരുമാനിച്ചാൽ എന്റെ ദൈവം അവനോട് അടുത്തു വരുമെന്നാ വചനം. ഒരപ്പന് 2 മക്കളുള്ള ചരിത്രം വേദപുസ്തകത്തിലുണ്ട്. ഒരു മകൻ അപ്പനോട് തന്റെ വസ്തുക്കൾ വാങ്ങി ദൂരദേശത്തേക്ക് പോയി ധാരാളിയായി ജീവിച്ചു. കൈ കിട്ടിയ നന്മയെല്ലാം തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞ് ഒന്നുമില്ലാത്തവനായി മാറി. അപ്പോൾ അവന്റെ അപ്പന്റെ വീടിനെ കുറിച്ച് ബോധം വന്നു. അവൻ അപ്പന്റെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചു. അപ്പന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന മകനെ പ്രതീക്ഷിച്ച് വീടിന്റെ കവാടത്തിങ്കൽ കാത്തിരിക്കുന്ന അപ്പൻ തന്റെ മകനെ കണ്ടപ്പോൾ മകൻ അപ്പന്റെ അടുക്കലേക്കും അപ്പൻ മകന്റെ അടുക്കലേക്കും ചെന്നു. അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. നഷ്ടപ്പെട്ട പദവി അപ്പൻ അവന് തിരിച്ചു കൊടുത്തു. അവന്റെ വീട് ഒരു വിരുന്ന് വീട് പോലെയായി. ഒരു മനുഷ്യൻ, ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ മനുഷ്യൻ, ദൈവത്തെ വിട്ട് അകന്നുപോയി പാപത്തിന്റെ ചേറ്റുകുടിയിൽ ബന്ധിക്കപ്പെട്ടെങ്കിൽ ദൈവം നിന്നെ മാടി വിളിക്കുകയാ, എന്റെ അടുക്കലേക്ക് ഓടി വാ, നമ്മൾ ഒന്നിച്ച് നഷ്ടപ്പെട്ട അവകാശത്തിലേക്ക് ഞാൻ നിന്നെ കൊണ്ടെത്തിക്കാമെന്ന് മാടി വിളിക്കുന്ന അപ്പന്റെ ചിത്രം ബൈബിളിലുണ്ട്. യാക്കോബ് അപ്പോസ്തലൻ പറയുക, ദൈവത്തോട് അടുത്തുക. നീയും ദൈവവും തമ്മിൽ എന്ത് അകലമുണ്ടെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ ആത്മീകരെന്ന് തോന്നുന്നുണ്ട്. അവർ പറയുന്നതല്ല നിന്റെ ഭാവി. നീ തീരുമാനിക്കണം നീ ദൈവത്തോടടുക്കാനായിട്ട്. ആര് ദൈവത്തോടടുക്കുന്നുണ്ടോ അവരോട് ദൈവം അടുക്കും. നിന്റെ കഴിവുകളോട് ചേർന്ന് ദൈവം എന്ന 2 അക്ഷരം കൂടെ യോജിപ്പിച്ചാൽ നിന്റെ ജീവിതം ഒരു അത്ഭുതമായി മാറും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തോട് അടുക്കാൻ കഴിയാത്തവർക്ക് ഇന്ന് അടുക്കാൻ കൃപ തരട്ടെ. നീ ദൈവത്തോട് അടുക്കുമ്പോൾ നിന്നോടടുത്ത പലതും നിന്റെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും. കാരണം ദൈവമുണ്ടെങ്കിൽ നിന്റെ ജീവിതം വിജയിക്കാൻ പോവുകയാണ്. കണ്ണുകളെ അടച്ചു പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയോട് അടുക്കാൻ കഴിയാതെ മനസ്സുകൊണ്ട് ദൂരസ്ഥരായി, ശരീരം കൊണ്ട് ദൂരസ്ഥരായി, പ്രവർത്തികൾ കൊണ്ട് ദൂരസ്ഥരായി അകന്നു നിൽക്കുന്നവരെ അങ്ങ് ഇന്ന് കൈയാട്ടി വിളിക്കുന്നല്ലോ. അങ്ങയുടെ സന്നിധിയോട് ചേർന്നിരിക്കാൻ കൃപ കൊടുക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവത്തോട് അടുത്തു ചെല്ലുക, നീ അനുഗ്രഹിക്കപ്പെടും. ഗോഡ് ബ്ലസ് യു.